പശ്ചിമേഷ്യയിൽ യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇസ്രയേലും അമേരിക്കയും ആക്രമണം ശക്തിപ്പെടുത്തുകയാണെന്ന് വ്യക്തമാക്കുമ്പോൾ ഇറാൻ ആദ്യ ദിവസം മുതൽ തന്നെ തിരിച്ചടികൾ നടത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റമാണ് കാണുന്നത്. മുൻപ് പോലെ എണ്ണം കൂടിയ ആക്രമണമല്ല ഇനി. ഇപ്പോൾ ലക്ഷ്യം കൃത്യത, ശക്തി, കൂടുതൽ ആഘാതം. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രധാന സ്ട്രാറ്റജിക് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഉപയോഗിക്കുന്ന മിസൈൽ ശക്തിയെക്കുറിച്ചാണ് ഇനി നോക്കേണ്ടത്. യുദ്ധം തുടങ്ങുമ്പോൾ ഇറാൻ ആകാശം നിറച്ചിരുന്നു. നൂറുകണക്കിന് ഡ്രോണുകൾ, തുടർച്ചയായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും എയർ ഡിഫൻസ് സംവിധാനങ്ങളെ തളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത് ഒരു പരിധിവരെ വിജയിച്ചു. എന്നാൽ നഷ്ടങ്ങൾ ഇരുവിഭാഗത്തിനുമുണ്ടായി. ഇറാൻ സ്വന്തം ആയുധശേഖരവും നിരീക്ഷിച്ചു. ഇന്റർസെപ്ഷൻ നിരക്കുകൾ പഠിച്ചു. ഓരോ ഏറ്റുമുട്ടലും വിശകലനം ചെയ്തു. അതിനുശേഷം ഒരു നിർണായക തീരുമാനമെടുത്തു. ഇപ്പോൾ ആക്രമണങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മിസൈലുകൾ കൂടുതൽ ശക്തവും വേഗമേറിയതും തടയാൻ പ്രയാസമുള്ളതുമാണ്. നിരന്തരമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ക്ഷീണിച്ച എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇപ്പോൾ ചിലപ്പോഴെങ്കിലും ഈ ആക്രമണങ്ങളെ തടയാൻ പരാജയപ്പെടുന്നുണ്ട്. ഇറാൻ പറയുന്നതനുസരിച്ച് കൂടുതൽ പുരോഗമിച്ച മിസൈൽ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കെബാർ ഷഖാൻ സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈൽ. വേഗത്തിൽ ലോഞ്ച് ചെയ്യാൻ കഴിയും. കൃത്യത മെച്ചപ്പെട്ടത്. ഹൈപ്പർസോണിക് വേഗതയിൽ പറക്കും. അടുത്തത് ഇമാദ് മിസൈൽ. കൃത്യമായ ലക്ഷ്യഭേദത്തിനായി വികസിപ്പിച്ച ഗൈഡൻസ് സംവിധാനം. ഖദർ ദൂരപരിധിയേറിയ മിസൈൽ. ഭാരമേറിയ വാർഹെഡ് കൊണ്ടുപോകുവാൻ കഴിയും. ഇതിനൊപ്പം സിജിൽ എന്ന മിസൈലും ഉപയോഗത്തിലുണ്ട്. പറക്കുന്നതിനിടെ ദിശ മാറ്റാൻ കഴിയുന്നതിനാൽ ഡാൻസിംഗ് മിസൈൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതൊരു 2 ഘട്ട സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലാണ്. പരിധി ഏകദേശം 2000 കിലോമീറ്റർ, ഏകദേശം 700 കിലോഗ്രാം വരെ വഹിക്കുവാൻ കഴിയും. അതുപോലെ ഹാജ് ഖാസിം മിസൈൽ ഏകദേശം 1400 കിലോമീറ്റർ ദൂരം വരെ എത്തും. മാക് 12 വരെ വേഗത കൈവരിക്കും. ഏകദേശം 500 കിലോഗ്രാം പേലോഡ് വഹിക്കും. ഈ ആക്രമണങ്ങൾ ടെൽ അവീവ് സമീപ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ബെൻ ഗുരിയൻ വിമാനത്താവളത്തിന് സമീപവും ആഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വടക്കൻ മേഖലയായ ഹൈഫയിൽ റിഫൈനറിയിൽ നടന്ന ആക്രമണം അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുകയും ക്രയോട്ട് പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇനി ഈ എണ്ണം മാത്രം ആശ്രയിച്ചുള്ള യുദ്ധമല്ല, ഇത് സഹനശേഷിയുടെ യുദ്ധമാണ്. അതെ, ഇറാൻ തന്ത്രം മാറ്റുന്നു. ആക്രമണം കൂടുതൽ കൃത്യമാക്കുന്നു. യുദ്ധം തുടരുമ്പോൾ ഇനി പ്രധാന ചോദ്യം ഒന്നു മാത്രം. എത്ര മിസൈലുകൾ പ്രക്ഷേപിക്കപ്പെടുന്നു എന്നല്ല, എത്ര എണ്ണം തടയാൻ കഴിയുന്നു എന്നു മാത്രമാണ്.